ശേഷം അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കുന്നു. അപ്പം ഇത് ഞങ്ങൾ പുതിയ ഹോസ്റ്റലാട്ടോ, ഞങ്ങൾ ഹോസ്റ്റൽ മാറ്റാൻ പോകും. അപ്പോൾ ഹോസ്റ്റൽ കാണാൻ വേണ്ടി ലൈബ്രറി പീരീഡ് ഞങ്ങൾ ചാടിയേക്കുവാണ്. അവിടെ നമ്മുടെ സെക്യൂരിറ്റി അങ്കിൾ ഇരിപ്പുണ്ട്, പുതിയ അങ്കിളാന്ന് തോന്നുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിനകത്ത് നമുക്ക് കാണാം. കയറി വരുമ്പോഴേ ആണല്ലോ നമുക്കിവിടെ ഇനി രാവിലെയൊക്കെ നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാം. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പുതിയ ഹോസ്റ്റല്. എന്തായാലും വലിയൊരു ഇതല്ല, ബാഡ്മിൻ്റൺ ഇതൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, കൊള്ളാം. ഇതാണ് വരാന്ത, ഇതൊക്കെ റൂംസാണ്. റൂംസൊക്കെ ചിലതൊക്കെ പൂട്ടിയിട്ടേക്കും, അപ്പം നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി ഗൈസ്, എല്ലാവരും ഇവിടെ പോയി. ഇങ്ങനെ ഇങ്ങനെ കാണാൻ കൊള്ളാം. ഞങ്ങളുടെ ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്ര നടുമുറ്റമൊന്നുമില്ല എനിക്ക് പറയുന്നത്. നടുമുറ്റം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒക്കെ കൊള്ളാം. റൂമാ ഇത് ഒരു റൂമാണ്, ഇത് വലിയ റൂമാണെന്നാണ് പറയുന്നത്. ഇതാണ് റൂം കിട്ടുന്നത്. 5 പേർക്കുള്ള കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ അവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ റൂമാണ്. പിന്നൊരു കണ്ണാടി ഇവിടെ ഇവരായിട്ട് തരുന്നുണ്ട്. 2 ടേബിളുണ്ട്, ഫാനുണ്ട്, ഒറ്റ ഫാൻ ലൈറ്റ്. അവിടെ ഒറ്റ ഫാനാണല്ലോ. ഇതൊരു വലിയ റൂമാണ്, ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. 5 പേരുടെ റൂംസൊക്കെ അങ്ങനത്തെയാണെന്ന് തോന്നുന്നു. 5 പേരല്ലോ, 4 പേരുടെ റൂംസാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് നമ്മുടെ മെസ്സാണ്. ഞങ്ങൾ വലിയ മെസ്സൊക്കെ കണ്ട് വളർന്ന പിള്ളേരായതുകൊണ്ട് ഇതിപ്പം ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ മെസ്സായിരുന്നു. ഇതാണ് കിച്ചൺ. ഇപ്പം വേണമെങ്കിൽ കിച്ചൺ കാണാം. പിന്നെ ഇവിടെ ഓരോന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ആരും കയറണ്ട. നമുക്ക് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്ന വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പോയി ഏരിയ. ഇത് അലക്കുകല്ല്. ചിപ്പിക്കൊന്നും ഹൈറ്റില്ലാത്തതുകൊണ്ട് മണ്ടൻ കണ്ണാടി കാണത്തുള്ളൂ. അപ്പം ഇവിടെ നിന്നിട്ട് കണ്ണാടി കാണാനുള്ളൊരു ഇത് വേണ്ട. ഇതാണ് ബാത്റൂം. 1 2 3 4 കുറേ ബാത്റൂംസ് ഒക്കെ ഉണ്ട്. കൊള്ളാം, ബാത്റൂം ഒന്നും പോയി കണ്ട. അലക്കല്ല് വളരെ ചെറുതാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞെടുക്കേണ്ടി വരും. കുനിഞ്ഞെടുക്കുന്ന കാര്യം കഷ്ടപ്പാടാണ്. അല്ലാതെ ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ കൊള്ളാം അല്ലേ? ഏതൊക്കെയോ വഴി. ഇനി നമ്മൾ മേളിലോട്ട് പോവാ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് കയറി വേണം മണ്ടയിലെത്താൻ, അല്ലെങ്കിൽ മണ്ടയിലെത്തുന്ന സ്റ്റെപ്പ് കയറിയല്ലേ മന്ദബുദ്ധി കൊച്ചു. കൂടിയുള്ള ഇതാണോ 2 പേരുടെ റൂം? അലമാരയുണ്ട്. കബോർഡ് കൊള്ളാം. 5 പേരെ, പക്ഷെ 4 പേരെ എനിക്ക് സുഖമായിരുന്നു. പിന്നെ
5 പേരുടെ റൂം. ഇടുങ്ങിയ റൂമാണ്. കാരണം ഞങ്ങൾ ഇത്രയും നാളും താമസിച്ച് വലിയ റൂമിലൊക്കെ താമസിച്ചിട്ടിപ്പം ഇടുങ്ങിയ റൂമിലോട്ട് വരുമ്പോൾ ഇത് നമുക്ക് സ്റ്റഡി റൂമൊക്കെ ഉണ്ട്. സ്റ്റഡി റൂമില്ല, സ്റ്റഡി റൂമൊന്നുമില്ല, അത് വെറുതെ ഉള്ള റൂമാണ്. ജിം റൂമൊക്കെ കിടക്കുന്നു, പക്ഷെ ജിമ്മൊന്നും ഇല്ല. നേരത്തെ ഇവിടെ ബോയ്സ് ഹോസ്റ്റലായിരുന്നു, ഞങ്ങൾ ബോയ്സ് ഹോസ്റ്റലിലാണ് ഇപ്പം ഞങ്ങൾ ഗേൾസ് കയറിയേക്കുന്നത്. ഇതൊക്കെ കൊള്ളാം, ഇതൊക്കെ ഒരു അത്യാവശ്യം വലിയ റൂമാണ്. പക്ഷെ ഇവിടെ കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാന്ന് തോന്നുന്നു 2 പേരുടെ റൂം. ഇത് കൊള്ളാം, 2 പേർക്ക് സുഖമായിട്ട് കഴിയാം. പിന്നെ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്, കാരണം ഞങ്ങൾക്കൊക്കെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് 2 പേരുടെ റൂംസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കണ്ട ഒരു പേടിയൊക്കെ തോന്നുമല്ലേ? പേടിക്കണ്ട, ആരും വരുത്തില്ല. ഇനി നമുക്ക് ഈ ടെറസിലോട്ട് പോവാം. അല്ലാതെ ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടു. റൂംസ് കുറച്ച് ചെറുതാണെന്നുള്ളൊരു ആ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അല്ലാതെ അടിപൊളിയാണ്. ടെറസ് കൂട്ടിയിട്ടേക്കുക. ഇതൊരു റൂമാണ്. ഇവിടെ ടോർച്ചുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ മേളിലൊരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അയ്യോ കണ്ടോ, ഹോസ്പിറ്റൽ. അപ്പം ഞങ്ങൾ നേരത്തെ നല്ല ദൂരെയായിരുന്നു. ദൂരെയെന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ പോകണമായിരുന്നു. പക്ഷെ ഇപ്പം 2 റൂം. പക്ഷെ ഇപ്പം ഞങ്ങൾ ഇതിനടുത്തായി, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെയും കോളേജിൻ്റെയും അടുത്തായി. അപ്പം ഞങ്ങളിങ്ങനെ ഹോസ്റ്റലൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ കോളേജിൽ പോവാം. അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.